മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ അവതാരികയും യൂട്യൂബറുമൊക്കെയാണ് പേളി മാണി. സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു ആരാധക നിരയെ തന്നെയാണ് താരം സ്വന്തമാക്കിയത്. എന്നാൽ അടുത്ത കാലത്ത് വളരെയധികം വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് പേളി മാണി. നടി മെറീന മൈക്കിൾ പേളിക്കെതിരെ രംഗത്ത് വരികയായിരുന്നു ചെയ്തത്. തന്നെ അപമാനിക്കുവാൻ ഒരു ശ്രമം പേളി നടത്തിയെന്നായിരുന്നു മെറീന പറഞ്ഞത്. ഇതോടെ വലിയ തോതിൽ തന്നെ പേളിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു. സോഷ്യൽ മീഡിയയിൽ വരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായ സമയത്ത് പ്രതികരിക്കാതെ നിൽക്കുകയായിരുന്നു താരം ചെയ്തത്. കുറച്ചുനാൾ യൂട്യൂബ് വീഡിയോകളിലും എത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മനോഹരമായ വീഡിയോയുമായി താരം എത്തിയിരുന്നു. ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് തന്റെ പുതിയ വീടിനെ കുറിച്ചാണ്. എപ്പോഴും താമസിക്കാനല്ലാതെ വല്ലപ്പോഴും മാത്രം താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീട് സ്വന്തമാക്കിയതും അതിന്റെ പാലുകാച്ചൽ നടത്തുന്നതിന്റെ കുറിച്ചുമൊക്കെയാണ് സംസാരിക്കുന്നത്. താനൊരു എഴുത്തുകാരി കൂടിയാണെന്നും തന്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പോകുന്നു എന്നും അതൊരു വലിയ സന്തോഷമാണെന്നും ഒക്കെ പേളി പറയുന്നുണ്ട്. ശ്രീനിഷിന്റെ കുടുംബവും ഈ ഒരു സന്തോഷ നിമിഷങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ വേഗം തന്നെ ഈ വീഡിയോ ശ്രദ്ധ നേടി. എന്നാൽ വീഡിയോയുടെ അവസാനം താരം പറഞ്ഞ ഒരു വാക്കാണ് ഇപ്പോൾ ആളുകൾ കൂടുതലായും ശ്രദ്ധിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് കൂടി ഉണ്ട്. അത് കറക്റ്റ് ഇല്ല, അതിപ്പോ പറയുന്നില്ല. പക്ഷെ അതെന്താന്ന് യു ഗൈസ് ക്യാൻ കീപ് ഗെസ്സിങ്. പക്ഷെ വി ഹാവ് എ വെരി വെരി സ്പെഷ്യൽ ഒരു ന്യൂസ് ഉണ്ട്. പക്ഷെ അത് ഞങ്ങൾ വൈകാണ്ട് നിങ്ങളുടെ അടുത്ത് പറയാം. പക്ഷെ അതിപ്പം ഇറ്റ്സ് ടു ഏർലി ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അത് ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുമെന്നാണ് പേളി മാണി പറഞ്ഞത്. ഇത് കേട്ടതോടെ മൂന്നാമതും താരം ഗർഭിണിയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. എന്താണ് സന്തോഷ വാർത്ത എന്നും വീഡിയോയിലൊക്കെ അത്ര ഉത്സാഹമില്ലാതെ ഒരു ക്ഷീണം അവസ്ഥയിലാണ് പേളിയെ കാണാൻ സാധിക്കുന്നതെന്നും ഗർഭിണിയാണോ എന്നൊക്കെയാണ് ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. Your one-stop shop for news and fun. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.